ഇപ്പോൾ എൻ്റെ അടുത്ത് കിരൺ റിജുവും അതുപോലെ തന്നെ JP നഡ്ഡയും അനൗപചാരികമായി സംസാരിച്ചപ്പോൾ അവർക്കെല്ലാം അവർ പറഞ്ഞതിൽ സുഷ്മിത പറഞ്ഞതിൽ വലിയ വിഷമമുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ദക്ഷിണേന്ത്യൻ സ്വപ്നങ്ങളിങ്ങനെ ചിറകടിക്കുമ്പോൾ അതിനും ഭംഗം വരാതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ അവർ ചില നിലപാടെടുത്തിട്ടുണ്ടോ? അതിപ്പോൾ ഈ തെക്കേ ഇന്ത്യക്കാരനായ ഉപരാഷ്ട്രപതി വന്നതുകൂടി അതിനൊരു ഗുണമായോ ബ്രിട്ടാസിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാനായിട്ട്? അല്ല, എനിക്ക് തോന്നുന്നു ആരും ആ കസേര ഇരുന്നാൽ ഇതല്ലാതെ വേറെ എടുക്കാൻ പറ്റില്ല. എന്നാ കാരണം വെച്ചാൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വെങ്കയ്യ നായിഡു റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഞാൻ നടത്തിയൊരു പ്രസംഗം അദ്ദേഹത്തിന് ട്രിബ്യൂട്ട് അവതരിപ്പിച്ചു നൽകിക്കൊണ്ട് നടന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ സവിശേഷതകളിൽ ഒന്നായി ഞാൻ പറഞ്ഞ അതായത് ഐ ഓൾവേസ് ലുക്ക് അപ്പ് ടു യു ബിക്കോസ് യു ഓൾവേസ് റെഗുലർലി യൂസ് ടു കം ടു ദ ഹൗസ് വിത്ത് എ സ്പോട്ട്ലെസ് ഡ്രവീഡിയൻ അറ്റയർ എന്നാണ്. അദ്ദേഹം മുണ്ടുടുത്താണ് എപ്പോഴും സഭയിൽ വന്നിരുന്നത്, എപ്പോഴും മുണ്ടേ ഉടുത്തുള്ളൂ. അദ്ദേഹം BJP പ്രസിഡൻ്റ് ആയിരുന്ന ആളല്ലേ ഇത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസ്കാരം ഉയർത്തിപ്പിടിച്ചാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇനി അഥവാ ഇപ്പോഴുള്ള രാജ്യസഭാ അധ്യക്ഷന് പകരം ഒരു ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒരാളായിരുന്നു ആ കസേരയിലെങ്കിൽ വ്യത്യസ്തമായ അഭിപ്രായം സ്വീകരിക്കുന്നു. എന്താ കാരണം വെച്ചാൽ ഒരിക്കലും ഇവർ നടത്തിയ പരാമർശത്തോട് യോജിക്കാൻ കഴിയുന്നതല്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് കിരൺ റിജുവും അതുപോലെ തന്നെ JP നഡ്ഡയും അനൗപചാരികമായി സംസാരിച്ചപ്പോൾ അവർക്കെല്ലാം അവർ പറഞ്ഞതിൽ സുഷ്മിത പറഞ്ഞതിൽ വലിയ വിഷമമുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ദക്ഷിണേന്ത്യൻ സ്വപ്നങ്ങളിങ്ങനെ ചിറകടിക്കുമ്പോൾ അതിനും ഭംഗം വരാതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ അവർ ചില നിലപാടെടുത്തിട്ടുണ്ടോ?